ആക്ച്വലി എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരലൽ ഇൻകം എന്നുള്ള രീതിയിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു കുറേ നാളായിട്ട്. ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻഡെപ്ത് നോളജും ഇല്ലായിരുന്നു. ഞാൻ കേട്ട് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ FM ചാനൽ ത്രൂ ആണ് കേട്ട് തുടങ്ങിയത്. ട്രിപ്പിൾ മണി കോഴ്സ്, ഈ ട്രിപ്പിൾ ട്രേഡിംഗ് കോഴ്സസ്, അങ്ങനെയുള്ള രീതിയിൽ ഒരു ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കേട്ടു തുടങ്ങിയതാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഓക്കെ, എന്തായാലും എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഗീറ്റ് ട്രൈ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ മിഥുൻസ് മണി മാർക്കറ്റിൻ്റെ ഫ്രീ ട്രയൽ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ്, അതായത് അത് കംപ്ലീറ്റ് ചെയ്ത് ആ ടൈം തൊട്ട്, കാരണം എന്തൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഏതൊരു ടൈമിലാണ് നമുക്ക് ചോദിച്ചത് ക്ലിയർ ചെയ്യാനുള്ള, കാരണം ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിക്ക് എല്ലാവർക്കും എപ്പോഴാണെങ്കിലും എങ്ങനെയാണത് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നുള്ളത് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ട്രേഡിംഗ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ട്രേഡിങ്ങിൻ്റെ ഒരു ബേസിക് ഐഡിയാസ്, ഒരു ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളത് ആ ഒരു നോളജൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഫ്രീ സെഷൻ വന്നപ്പോഴത്തേക്ക് ഒരു പ്ലാറ്റ്ഫോം, ജസ്റ്റ് ഒരു ബേസിക് പ്ലാറ്റ്ഫോം എനിക്ക്, അല്ലെങ്കിൽ ബേസിക് നോളജ് എന്താണ് ട്രേഡിങ്, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ട്രേഡിങ്ങിലുള്ളത്, ഏതൊക്കെ തരത്തിലുള്ള ട്രേഡിംഗ് ആണുള്ളത്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പിക്ചർ എനിക്ക് ഈ ഫ്രീ സെക്ഷനിൽ നിന്ന് കിട്ടി. ഹലോ, ഹായ്. ഇന്ന് നമ്മുടെ കൂടെ അഭിജിത്താണ്. ഹീസ് ദ ബെസ്റ്റ് ട്രേഡർ ഓഫ് ദ മന്ത് MMM. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അഭിജിത്തിനോട് നേരിട്ട് ചോദിച്ചറിയാം. അപ്പോൾ അഭിജിത്ത് UAE എത്ര കാലമായി വന്നിട്ട്? ഞാൻ ആക്ച്വലി UAE വന്നിട്ട് ടോട്ടൽ 4 years ആയി. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് റാസൽ കെയ്മയിലാണ്. ഞാൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഇപ്പം ക്വാളിറ്റി എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റാസൽ കെയ്മയിൽ. ഓക്കെ. നാട്ടിലൊക്കെ എവിടെയാണ്? നാട്ടിൽ ആലപ്പുഴയാണ്. ആലപ്പുഴയാണ്. ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടോ? ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ, വൈഫ്, ബ്രദർ, സിസ്റ്റർ എല്ലാം ഇവിടെ തന്നെയാണ്. അച്ഛൻ നാട്ടിലാണ്. ഓക്കെ. അപ്പോൾ വൈ ട്രേഡിംഗ് എന്തിനാണ് ചൂസ് ചെയ്തത്? ആക്ച്വലി എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരലൽ ഇൻകം എന്നുള്ള രീതിയിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു കുറേ നാളായിട്ട്. പക്ഷെ അതിനുള്ളൊരു ചാൻസസ് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ അതുമാത്രമല്ല, ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻഡെപ്ത് നോളജും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളത് കുറച്ചും കൂടെ ആ ഒരു നോളജ് കിട്ടിയിട്ട്, കാരണം പലരുടെ കയ്യിൽ നിന്നും നമുക്ക് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് പൈസ പോവും, അതുകൊണ്ട് ചെയ്യണ്ട എന്നൊക്കെ ഉള്ളൊരു ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഓക്കെ, എന്തായാലും എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഗീറ്റ് ട്രൈ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പൊതുവെ ട്രേഡിംഗ് ഒരു സ്കാം ആണെന്ന് എല്ലാവരും വിചാരം. സോ ഹൗ വാസ് യുവർ ഫാമിലീസ് റിയാക്ഷൻ ട്രേഡിംഗ് ചെയ്യാമെന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ? വാട്ട് വാസ് ദെയർ റിയാക്ഷൻ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈവൻ വൈഫിനോട് പോലും പറഞ്ഞത് ട്രേഡിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. ഇതുവരെ വൈഫിന് മാത്രമേ അറിയത്തുള്ളൂ, ആക്ച്വലി വേറെ ആർക്കും അറിയത്തില്ല. എൻ്റെ സിസ്റ്ററിനാണെങ്കിലും ബ്രദറിനൊക്കെയാണെങ്കിലും ആർക്കും അറിയത്തില്ല. ട്രേഡിംഗ് ഒരു സ്കാമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം സ്കാമേഴ്സ് ഉണ്ട്, സ്കാമേഴ്സ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അവരിത്രയും ഒരു ജെന്യൂനായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇവൻ അപ്രോച്ച് ചെയ്താലും നമുക്കൊരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യണമല്ലോ. അപ്പം സ്കാമേഴ്സ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, സ്കാമേഴ്സ് ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ആ സ്കാമേഴ്സ് അല്ല, നല്ലൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പോയി നമ്മൾ ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ അവർ ചെയ്യുക എന്നുള്ളതാണ്, അത് നമ്മുടെ ഓപ്ഷനാണ്. അഭിജിത്ത് ഫസ്റ്റ് MMM ഫ്രീ സെഷൻ ആണല്ലോ എൻറോൾ ചെയ്തത്. സോ ഹൗ വാസ് ദി സെഷൻ? ഒരു ഫീഡ്ബാക്ക്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയാസ്, ഓക്കെ ട്രേഡിംഗ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ട്രേഡിങ്ങിൻ്റെ ഒരു ബേസിക് ഐഡിയാസ്, ഒരു ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളത് ആ ഒരു നോളജൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ട്രേഡിംഗ് എന്നുള്ള കേട്ടിട്ട് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഫ്രീ സെഷൻ വന്നപ്പോഴത്തേക്ക് ഒരു പ്ലാറ്റ്ഫോം, ജസ്റ്റ് ഒരു ബേസിക് പ്ലാറ്റ്ഫോം എനിക്ക്, അല്ലെങ്കിൽ ബേസിക് നോളജ് എന്താണ് ട്രേഡിങ്, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ട്രേഡിങ്ങിലുള്ളത്, ഏതൊക്കെ തരത്തിലുള്ള ട്രേഡിംഗ് ആണുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പിക്ചർ എനിക്ക് ഈ ഫ്രീ സെക്ഷനിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് അത് വെച്ച്. ട്രേഡിംഗ് ഒരു ക്വിക്ക് റിച്ച് മണി സ്കീമായിട്ട് തോന്നിയിട്ടുണ്ടോ? ട്രേഡിംഗ് ഓഫ് കോഴ്സ് ഒരു ക്വിക്ക് മണി തന്നെയാണ്. പക്ഷേ നമ്മളത് ഇൻകം അതുപോലെ കിട്ടുന്നത് പോലെ തന്നെ, പ്രോഫിറ്റ് പോലെ തന്നെ നമുക്ക് അതിനകത്ത് ലോസും ആക്ച്വലി വരുന്നുണ്ട്. അപ്പം സംടൈംസ് നമുക്ക് ആ പ്രോഫിറ്റ് മാത്രമാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടി, നമ്മളത് വർക്ക് ചെയ്യും. പക്ഷേ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്കൊരു ലോസ് വരുമ്പോഴത്തേക്കുള്ള ഒരു എന്താ പറയുക, കൈൻഡ് ഓഫ് ബാക്ക് ഫയറിങ് എന്നുള്ള രീതിയിൽ അതും നമ്മളതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് വരണം. ട്രേഡിങ് ആക്ച്വലി ഒരു
ഫാസ്റ്റ് മണി എന്നുള്ള രീതിയിൽ ആണ്. പിന്നെ നമുക്ക് നോർമൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പാരലൽ ഇൻകം എന്നുള്ള രീതിയിൽ ചെയ്തു പോകുന്നവരുമാണ് മോസ്റ്റ്ലി ഉള്ള ആൾക്കാർ. ഫസ്റ്റ് ട്രേഡ് എങ്ങനെയായിരുന്നു? ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ഫസ്റ്റ് ട്രേഡ് ടെൻഷൻ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. കാരണം ഫസ്റ്റ് ട്രേഡ് ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ലൈൻ ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ക്ലോസ് ചെയ്ത്, അതായത് ആ ട്രേഡ് ഞാൻ ക്ലോസ് ചെയ്തു ഫസ്റ്റ് ട്രേഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഗ്രാജുവലി ഓരോ ട്രേഡും ചെയ്ത് തുടങ്ങിയത്. ഫസ്റ്റ് ട്രേഡ് എന്തായാലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലും ആ ഒരു പ്രോഫിറ്റ് ലൈൻ ക്രോസ് ചെയ്താൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാനെന്നുള്ളത്. ഇനി യു എയിൽ പൊതുവേ കുറേ ട്രേഡിംഗ് അക്കാഡമീസ് ഉണ്ടല്ലോ. അപ്പോൾ ഹൗ ഡിഡ് യു കം ടു നോ അബൌട്ട് മിഥുൻസ് മണി മാർക്കറ്റ്? എവിടെ നിന്നായിരുന്നു ഈ ലൈക്ക് ഫ്രീ ഫോറെക്സ് ട്രെയിനിങ് സെഷൻ ഉണ്ടെന്ന് അറിഞ്ഞത്? ആക്ച്വലി മിഥുൻസ് മണി മാർക്കറ്റിൻ്റെ ഈ ഞാൻ കേട്ട് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ FM ചാനൽ ത്രൂ ആണ് കേട്ട് തുടങ്ങിയത്. ട്രിപ്പിൾ മണി കോഴ്സ്, ഈ ട്രിപ്പിൾ ട്രേഡിംഗ് കോഴ്സസ്, അങ്ങനെയുള്ള രീതിയിൽ ഒരു ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കേട്ട് തുടങ്ങിയതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് കേൾക്കാറുണ്ട്. അപ്പോൾ ഓക്കെ എന്താണ് അതിൻ്റെ, ഓൾറെഡി എൻ്റെ മൈൻഡിൽ ട്രേഡിങ്ങിനെ കുറിച്ചുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ട്രേഡിങ് ചെയ്യുന്നത് കാരണം കുറച്ച് നല്ല എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ അല്ലെങ്കിൽ അവിടെ നിന്നൊരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മുടെ FM-ൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് ഈ മിഥുൻസ് മണി മാർക്കറ്റ് ട്രിപ്പിൾ M-ൻ്റെ കോഴ്സ്. അപ്പം അതുവഴിയാണ് ഞാൻ ഈ ഗോൾഡ് കോഴ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞത്. പിന്നെ അഭിജിത്തിന് ഇവിടെ പ്രോപ്പർ സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ബിഗിനറാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടും കുറച്ച് അധികം നാളൊന്നും ആയിട്ടില്ല. പക്ഷേ ഞാൻ മിഥുൻസ് മണി മാർക്കറ്റിൻ്റെ ഫ്രീ ട്രയൽ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ്, അതായത് അത് കംപ്ലീറ്റ് ചെയ്ത് ആ ടൈം തൊട്ട്, ഇപ്പം സജിനെ ചോദിക്കുന്നതുകൊണ്ട് പറയുന്നതല്ല, പക്ഷെ സജിനയുടെ കയ്യിൽ നിന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം എന്തൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഏതൊരു ടൈമിലാണ് നമുക്ക് ചോദിച്ചത് ക്ലിയർ ചെയ്യാനുള്ള. കാരണം ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും എപ്പോഴാണെങ്കിലും എങ്ങനെയാണത് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നുള്ളൊരു, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് നല്ല രീതിയിൽ സജിനയുടെ കയ്യിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് വെച്ച് ഞാൻ ഹാപ്പിയാണ്. ഇനി വരാൻ പോകുന്ന ബിഗിനർ ട്രേഡേഴ്സിന് എന്ത് അഡ്വൈസാണ് അഭിജിത്തിന് കൊടുക്കാറുള്ളത്? ബിഗിനർ ട്രേഡേഴ്സിന് ഞാൻ അത്രയൊരു അഡ്വൈസ് കൊടുക്കാൻ പാകത്തിനുള്ളൊരു അത്രയും ഗ്രോത്ത് ഒന്നും ആയിട്ടില്ല. ജസ്റ്റ് ഞാനൊരു ബിഗിനർ തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ട്രേഡ് ഈസ് ഓൾ അബൌട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പം പ്രോഫിറ്റ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് പ്രോഫിറ്റ് മാത്രമല്ല, ആ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ നമുക്കൊരു ലോസ് വരുമ്പോഴും അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ വേണം ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ ഇറങ്ങാനായിട്ട്. അല്ലാതെ നമുക്ക് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ, നമുക്ക് കിട്ടുന്ന പൈസ മൊത്തം നമുക്ക് പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോസ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. അപ്പം ഓക്കെ, പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അതിനനുസരിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള, നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇതും വരും. ട്രേഡിംഗ് റിലേറ്റഡ് അഭിജിത്തിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ട്രേഡിംഗ് റിലേറ്റഡ് ഫ്യൂച്ചർ പ്ലാൻസ് ഞാൻ പറഞ്ഞല്ലോ, ആക്ച്വലി ഞാനിതൊരു പാരലൽ ഇൻകം എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് എനിക്ക് നല്ലൊരു റേഞ്ച് ഓഫ് മണി എനിക്ക് പ്രോഫിറ്റായിട്ട് എനിക്ക് കിട്ടി, അത് ലൈക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് ഇത് കൊണ്ടുപോകണമെന്നാണ്. ഫ്യൂച്ചറിലാണെങ്കിലും ഓക്കെ, എൻ്റെ വർക്കിൻ്റെ കൂടെ തന്നെ ഈസി ഗോയിങ് ആയിട്ട് പാരലായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ട്രേഡിങ്. അതല്ലാതെ എനിക്ക് എൻ്റെ വർക്ക് അല്ലെങ്കിൽ ഒരു കരിയർ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറൊരു വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ട്രേഡിങ് ഇതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. വേറൊരു വർക്കും എനിക്ക് ഇതുപോലെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഇതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ, ലൈക്ക് ട്രേഡിംഗ് വർക്കും പാരലായിട്ട് കൊണ്ടുപോകുക. Okay, Abhijit, thank you so much and all the best for all the future trades. Thank you so much.